ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. അതായത് ഒരു ട്രാൻസ്ഫോമറിൽ എത്ര ഇ എം എഫ് ഉണ്ടാവും. അതായത് ട്രാൻസ്ഫോമറിൽ രണ്ട് തരം വൈൻഡിങ് ഉണ്ട്, പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ പ്രൈമറി വൈൻഡിങ്ങിൽ എത്ര ഇ എം എഫ് ഉണ്ടാവും. നമുക്കറിയാം ഇ എം എഫ് ഉണ്ടാവുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്ര ഇ എം എഫ് ഉണ്ടാവും, എത്ര അളവിൽ ഇ എം എഫ് ഉണ്ടാവും, എത്ര മാഗ്നിറ്റ്യൂഡ് ഇ എം എഫ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇ എം എഫ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഈ ട്രാൻസ്ഫോമറിൽ എന്തുണ്ട്, പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, അതുപോലെ സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ഈ പ്രൈമറി ഇതൊരു എന്താണ്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. കാരണം നമ്മൾ ഇനി മനസ്സിലാക്കാം, ഇതിൽ പ്രൈമറി വൈൻഡിങ്ങിന് എന്താണ് ടേൺസ് കുറവാണ്, അതുപോലെ സെക്കൻഡറി വൈൻഡിങ്സിൽ എന്താണ് ടേൺസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ N1 കൂടുതലാണ് N2. അതുകൊണ്ട് എന്താവും, ഇതൊരു ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ ഇതൊരു ഇവിടെ വൈൻഡിങ്സ് കൂടുതലും, അതുപോലെ ഇവിടെ വൈൻഡിങ്സ് സെക്കൻഡറി വൈൻഡിങ്സ് കുറവാകും ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇതൊരു കോറാണ്, കോർ കൂടെയാണ് ഫ്ലക്സ് പോകുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഇ എം എഫ് ഇക്വേഷൻ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഈ ഒരു ഫിഗർ ആണ്. ഈ ഒരു ഫിഗർ എന്തായാലും മസ്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യണം, എന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. ഓക്കെ, അതിനൊരു മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. നമ്മൾ അറിയാം, നമ്മുടെ ട്രാൻസ്ഫോമറിൽ നമ്മൾ എന്താണ് സൈൻ വേവ്, അതായത് എ സി ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത് വി എം സൈൻ ഒമേഗ ടി നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഫൈന് നമുക്ക് എന്ത് ചെയ്യാം, ഫൈ എം സൈൻ ഒമേഗ ടി. കാരണം എന്താണ്, ഇവിടെ ചേഞ്ചിങ് കറണ്ട് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചേഞ്ചിങ് ഫ്ലക്സ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഫൈയും ചേഞ്ചിങ് ഫൈ ആവും, അതിനുണ്ടാവും പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി, ചേഞ്ച് ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫൈ ഇസ് ഈക്വൽ ടു ഫൈ എം സൈൻ ഒമേഗ ടി എന്ന് പറയാം. ഓക്കെ, അതുപോലെ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇവിടെ ഉണ്ടാവുന്ന ഇ എം എഫ് എന്താണ്, ഡി ഫൈ ബൈ ഡി ടി ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വോൾട്ടേജ് കൊടുക്കുന്നത് എന്താണ്ടാവും, ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുക. അപ്പോൾ അത് ടൈമിനനുസരിച്ച് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം നമുക്ക് ഇ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ചേഞ്ച് ഡി ഫൈ ബൈ ഡി ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇതൊരു ഞാൻ പറഞ്ഞു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുക, അതെന്താണ്. അപ്പോൾ നമുക്ക് ഇത് എന്താണ്, ഇത് സൈൻ വേവ് പോലെ തന്നെ ഇതാവും. അപ്പോൾ ഇതിനെന്താവും, ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, അതാണ് ഫൈ എം. ഓക്കെ, ഇത് ഫുൾ കംപ്ലീറ്റ് എടുക്കുന്ന ടൈമാണ് എന്ത്, ഒരു ഫുൾ സൈക്കിൾ എടുക്കുന്ന ടൈമാണ് എന്ത്, ടി ഈസ് ഈക്വൽ ടു 1/f. നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ആണെന്ന് നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ അതാവും ഫ്രീക്വൻസി ഈക്വൽ 1/t ആണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 1/f നമുക്ക് പറയാം, അങ്ങനെയും പറയാലോ. ഓക്കെ, അപ്പോൾ ഈ ഫുൾ സൈക്കിൾ എടുക്കുന്ന ടൈമാണ് എന്താണ്, ടി ഈസ് ഈക്വൽ ടു 1/f ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹാഫ് സൈക്കിൾ എടുക്കുന്ന ടൈം എന്താണ്, 1/2f. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 1/2f. ആൻഡ് ക്വാർട്ടർ സൈക്കിൾ എടുക്കുന്ന ടൈം എന്താണ്, 1/4f. ഓക്കെ, അപ്പോൾ ഈ ക്വാർട്ടർ സൈക്കിൾ പറയുമ്പോൾ ഈ ഹാഫ് സൈക്കിളിന്റെ പകുതി, അതായത് ഫൈ എം മാക്സിമം ഫ്ലക്സ് കിട്ടുന്ന ആ ഒരു ടൈം എന്താണ്, 1/4f എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡി ടിനെ ഡി ഫൈ ബൈ ഡി ടി ആണല്ലോ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താണ് ഡി ടിനെ നമുക്ക് എന്ത് ചെയ്യാം, 1/4f ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഡി ഫൈ ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്താണ്, ഇവിടെ 0 ഒന്ന് മാക്സിമം ഫ്ലക്സ് എടുക്കുന്ന ടൈം അല്ലേ ഡി ഫൈ. ആ ഡി ഫൈ എന്താണ് നമുക്ക് കിട്ടുന്നത്, ഫൈ എം ആണ്. അപ്പോൾ നമുക്ക് ഡി ഫൈന് എന്ത് ചെയ്യാം, ഫൈ എം എന്ന് കൊടുക്കാം, മാക്സിമം ഫ്ലക്സ് എടുക്കാം. അതെടുക്കുന്ന ടൈമാണ് എന്ത്, 1/4f, ടി ഈസ് ഈക്വൽ ടു 1/4f. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡി ഫൈ ബൈ ഡി ടിനെ നമുക്ക് എന്ത് എഴുതാം, ഫൈ എം ബൈ 1/4f എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാക്കി എഴുതാം. ഓക്കെ, ഇനി എന്താണ്, ഈ 4f എന്ത് ചെയ്യും, മോളിക്ക് വരും. അപ്പോൾ എന്തായും 4f ഫൈ എം എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 4f ഫൈ എം വരും, 4 ഇൻറ്റു എഫ് ഇൻറ്റു ഫൈ എം എന്ന് വരും. ഇതെന്താണ്, ആവറേജ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് പെർ ടേൺ. ഈ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് ആർ എം എസ് വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ചെറിയ ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബിടെക്കിലൊക്കെ പോളിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ആർ എം എസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫോം ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആവറേജ് വാല്യൂനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്താകും, 4 ഇൻറ്റു എഫ് ഇൻറ്റു ഫൈ എം ഇൻറ്റു 1.11 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു 4.44 ഫൈ എം കിട്ടും.
അപ്പോൾ ഇതാണ് ഇ എം എഫ് ഇക്വേഷൻ. ഇൻഡ്യൂസ്ഡ് പെർ ടേൺ, ഒരു ടേണിൽ ഉണ്ടാവുന്ന ഇ എം എഫ് ആണ് എന്ത് 4.445 എം. ഓക്കെ, FIM കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിൽ എന്താണ് ഒരു ടേൺസ് അല്ലല്ലോ, ഇഷ്ടംപോലെ ടേൺസ് ഉണ്ടാവും. ഓക്കെ, ഇതിലിപ്പോൾ ഒരു ടേൺ അല്ലല്ലോ, ഇതിലിപ്പോൾ എത്ര ടേൺ ഉണ്ട്? 1 2 3 4 ടേൺസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ എത്ര ടേൺസ് ഉണ്ട്? 1 2 3 4 5 6 ടേൺസ് ഉണ്ട്. ട്രാൻസ്ഫോമർ ഇഷ്ടംപോലെ ടേൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇപ്പോൾ പ്രൈമറി, ഇവിടുത്തെ കേസിൽ നമ്മൾ പ്രൈമറിയിൽ 4 ടേൺസ് ഉണ്ട്. ഓക്കെ, ഒരു ടേൺസ് നമുക്ക് ഇക്വേഷൻ അറിയാം 4.44 ഇൻറ്റു FIM. അപ്പോൾ നമ്മൾ എന്താ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട് N1 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് N2 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. ഓക്കെ, ഇത് N2 ആണ്, സോറി ഇത് മാറിപ്പോയിട്ടുണ്ട്, സോറി ഇത് N1 ആണ്, ഇത് N2 ആണ്. N2 is equal to number of turns in secondary winding and N1 is equal to number of turns in primary winding. ഓക്കെ, ഇത് മാറിപ്പോയി ശ്രദ്ധിക്കണം. ഇതിവിടെ ഒരു മിനിറ്റ് ഞാൻ ഇത് മാറ്റുക. ഇത് N2 ആണ്, ഇത് N1 അല്ല, ഇത് N2 ആണ്. ഇത് N2 ആണ്. ഓക്കെ, N2 is equal to number of turns in secondary. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF is equal to നമ്മൾ ജസ്റ്റ് എന്താ ചെയ്താൽ മതി 4.44 FIM ഇൻറ്റു N1. നേരത്തെ ആ ഫിഗറിൽ എത്ര ടേൺസ് ഉണ്ട്? 4 ടേൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ ജസ്റ്റ് 4 ഇൻറ്റു 4.44, ഫ്രീക്വൻസി 50 ഹെർട്സ് ആവും. FIM നമുക്ക് ക്വസ്റ്റിൽ തരും, ഫ്ലക്സ് ഡെൻസിറ്റി, ആ ഫ്ലക്സ് തരും. അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി സെക്കൻഡറി ആകുമ്പോൾ എന്താണ് E2 is equal to 4.44 FIM ഇൻറ്റു N2. ഓക്കെ, ആൻഡ് ഇതൊക്കെയാണ് N2 പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, N1 നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് FIM പറഞ്ഞ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നാണ്, ക്ഷമിക്കണം. ഇത് ഫ്ലക്സ് ആണ്, ഇത് ഫ്ലക്സ് ആണ്. ഓക്കെ, E is equal to induced EMF. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇക്വേഷൻ, EMF ഇക്വേഷൻ, ഇതിനാണ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ട്രാൻസ്ഫോമർ. ഇറ്റ് ഗിവ്സ് ദി ഇൻഫോർമേഷൻ അബൌട്ട് ചേഞ്ച് ഇൻ വോൾട്ടേജ് ലെവൽ ബൈ ദ ട്രാൻസ്ഫോമർ. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന K ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ 110 ബാർ 220 വോൾട്ട് നമുക്ക് തരും. ഓക്കെ, ഇപ്പം ഞാൻ പറയാം, എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ 110 ബാർ 220 വോൾട്ടുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ, 110 ബാർ 220 ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫോമർ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന വോൾട്ടേജ് ആണെന്ന് V1 ആൻഡ് ഈ കാണുന്ന വോൾട്ടേജ് ആണ് V2. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് V2 ബൈ V1. ഓക്കെ, V2 ബൈ V1 ആണ് എന്താണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഓക്കെ, അതിനാണ് നമ്മൾ K കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. നമുക്കത് ആ ഒരു K നമുക്ക് എന്ത് വേർപ്പെടും, എത്ര വോൾട്ടേജ് ചേഞ്ച് ചെയ്യും, ആ റേഷ്യോ, ആ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ കിട്ടും. നമ്മൾ ഈ ഇൻപുട്ടിൽ ഇത്ര വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഇത്ര വോൾട്ടേജ് കിട്ടും എന്ന റേഷ്യോ നമുക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് K പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. നമ്മൾ ആകെ പഠിച്ചത് ഇപ്പോൾ പ്രൈമറി, അതായത് ഇൻഡ്യൂസ്ഡ് EMF ട്രാൻസ്ഫോമർ നമുക്ക് തന്നു കഴിഞ്ഞാൽ എത്ര EMF കിട്ടും. ഇനി ഇക്വേഷൻ എന്താണ്? 4.44 ഇൻറ്റു 5M ആണ് പെർ ടേണിന്. അത് നമ്മുടെ ടേൺസ് ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ ട്രാൻസ്ഫോമറിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ EMF ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.